നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒരു ബ്ലൗസ് കട്ടിംഗ് ആണ്. അപ്പോൾ ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം. ഇത് 1 മീറ്റർ ക്ലോത്ത് ആണ്. ഇവിടെ നമുക്ക് ആവശ്യമുള്ളത്രയും മടക്കിയിടുക. ഞാൻ 38 ഇഞ്ചിൻ്റെ ഒരു ബ്ലൗസാണ് കട്ട് ചെയ്യുന്നത്. 38 ഇഞ്ചിന് നമുക്ക് വേണ്ട വീതി, അതായത് രണ്ടായിട്ട് മടക്കി ഇട്ടതിന് ശേഷം നമുക്ക് വേണ്ടത് 9.5 ഇഞ്ചാണ്. 9.5 ഇഞ്ചിൻ്റെ കൂടെ 2 ഇഞ്ച് കൂടെ കിട്ടുന്ന വിധത്തിൽ ഇങ്ങനെ ഒന്ന് മടക്കിയിടുക. ഒരു 11.5 ഇഞ്ചിലൊന്ന് മടക്കിയിട്ട് കൊടുക്കുക. അപ്പോൾ 11.5 ഇഞ്ച് കിട്ടുന്ന വിധത്തിലൊന്ന് മടക്കിയിട്ടിട്ടുണ്ട്. ആദ്യം നമുക്ക് ലെങ്ത് മാർക്ക് ചെയ്യാം. ഇഞ്ചാണ് ലെങ്ത് വരുന്നത്. അപ്പം മുകളിൽ ഒരു 1/2 ഇഞ്ച് കൊടുക്കാം ഷോൾഡർ ജോയിൻറ്റിന് വേണ്ടി. അതിനുശേഷം നമുക്കൊരു 14 ഇഞ്ച് മാർക്ക് ചെയ്യാം. വീണ്ടും 1/2 ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്യാം. ടോട്ടൽ 15 ഇഞ്ചിൽ നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇതൊരു സ്ട്രെയിറ്റ് ലൈൻ കൊടുക്കാം. ഇനി ഷോൾഡർ മാർക്ക് ചെയ്യാം. ഷോൾഡർ ഞാൻ മാർക്ക് ചെയ്യുന്നത് 5.5 ഇഞ്ചിലാണ്. കാരണം 10 ഇഞ്ച് ഞാൻ നെക്കിന് ഇറക്കം കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് 5.5 ഇഞ്ചിൽ മാർക്ക് ചെയ്യാം. ആം ഹോളും 5.5 ഇഞ്ച്. ഇവിടുന്ന് നമുക്കൊരു 5.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇതൊരു സ്ട്രെയിറ്റ് ലൈൻ കൊടുക്കാം. ഇനി ചെസ്റ്റ് മാർക്ക് ചെയ്യാം. ചെസ്റ്റ് വരുന്നത് 38 ഇഞ്ച്. 38 ഇഞ്ചിൻ്റെ 4/1 9.5 ഇഞ്ച്. ആ 9.5 ഇഞ്ചിലൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. 2 ഇഞ്ച് എക്സ്ട്രാ. ഇതൊന്ന് വരച്ചു കൊടുക്കാം. ഈ ഒരു കോർണറിൽ നിന്ന് 1 ഇഞ്ചിലൊന്ന് മാർക്ക് ചെയ്യുക. എന്നിട്ട് നമുക്കിതൊരു കർവ്, ആം ഹോൾ കർവ് വരച്ചു കൊടുക്കുക. നമ്മുടെ വേസ്റ്റ് വരുന്നത് 32 ഇഞ്ചാണ്. 32ൻ്റെ 4/1 8 ഇഞ്ച്. ആ 8 ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ടക്ക് ഞാൻ ഇടുന്നില്ല. ടക്ക് ഇടുന്നവരാണെങ്കിൽ 1 ഇഞ്ച് എക്സ്ട്രാ കൊടുക്കണം. ടക്ക് ഇടാത്തത് കൊണ്ട് തന്നെ 2 ഇഞ്ച് നമ്മുടെ തയ്യൽ തുമ്പ്. ഇതൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. നെക്ക് മാർക്ക് ചെയ്യുന്നത് 2.25 ഇഞ്ചിലാണ് മാർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ 2.25 ഒന്ന് വരച്ചു കൊടുക്കാം. നെക്കിൻ്റെ ലെങ്ത് 10 ഇഞ്ച്. അതും ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇവിടെ നമുക്ക് 2.25 ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇതൊന്ന് വരച്ചു കൊടുക്കാം. നെക്കിൻ്റെ ഷേപ്പ് വരച്ചു കൊടുക്കാം. നെക്കിൻ്റെ ഷേപ്പ് റൗണ്ടാണ്. ആ റൗണ്ട് ഒന്ന് വരച്ചു കൊടുക്കാം.
മാർക്കിംഗ് കഴിഞ്ഞിട്ടുണ്ട്. കട്ട് ചെയ്തെടുക്കാം. ബാക്ക് പോർഷൻ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രണ്ട് പോർഷൻ കട്ട് ചെയ്യാം. ഫ്രണ്ട് പോർഷൻ കട്ട് ചെയ്യാൻ വേണ്ടി ഇതിങ്ങനെ രണ്ടായിട്ട് മടക്കിയിടാം. നമുക്ക് ഫ്രണ്ട് പോർഷന് ടക്ക് വരുന്നതുകൊണ്ട് കുറച്ചുകൂടെ കൂടുതൽ തുണി വേണം. അല്ലെങ്കിൽ അതനുസരിച്ച് മടക്കിയിട്ടാലും മതി. ഞാനിപ്പോൾ രണ്ടായിട്ട് മടക്കിയിട്ടിരിക്കുകയാണ്. അതിനുശേഷം ഒരു 1/4 ഇഞ്ച് വിട്ടിട്ട് നമുക്ക് ഈ ബാക്ക് പോർഷൻ ഒന്ന് വെച്ച് കൊടുക്കാം. ഇപ്പോൾ 1/4 ഇഞ്ച് വിട്ടിട്ടുണ്ട്. 1/4 ഇഞ്ച് വിട്ടിട്ട് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം. ഇതുപോലെ നേരെ തുണി ഇട്ട് കൊടുത്തിട്ട് ഇതെല്ലാം ഒന്ന് മാർക്ക് ചെയ്യാം. ഇനി ഇത് മാറ്റാം. നെക്കിന്റെ വിഡ്ത്ത് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. നെക്കിന്റെ വിഡ്ത്ത് ഈ ലൈനിൽ നിന്ന് നമ്മൾ 2.25 ബാക്ക് പോർഷൻ മാർക്ക് ചെയ്തത്, ബാക്ക് നെക്ക്. അതേ അളവ് തന്നെ ഇവിടെയും മാർക്ക് ചെയ്യാം. നെക്കിന്റെ ലെങ്ത് 6 ഇഞ്ചിലൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇതൊരു ബോക്സ് ആക്കി കൊടുക്കാം. നെക്കിന്റെ ഷേപ്പ് വരച്ചു കൊടുക്കാം. റൗണ്ട് നെക്കാണ്, അപ്പോൾ റൗണ്ട് വരച്ചു കൊടുക്കാം. ഇനി ബ്രസ്റ്റിന്റെ പോയിന്റ് ഒന്ന് വരച്ചു കൊടുക്കാം. പോയിന്റ് വരച്ചു കൊടുക്കാൻ ഈ ഷോൾഡറിന്റെ അവിടെ നിന്ന് 10 ഇഞ്ചാണ് വരുന്നത്. 1/2 ഇഞ്ച് കൂടെ കൂട്ടി 10.5 ഇഞ്ചിലൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. അതായത് 1/2 ഇഞ്ച് നമുക്ക് ഷോൾഡർ ജോയിന്റിന് പോകും. അതുകൂടെ കൂട്ടിയാണ് 10.5 ഇഞ്ചിൽ മാർക്ക് ചെയ്യുന്നത്. ഇനി നമുക്ക് ഈ ഒരു ലൈനിൽ നിന്ന് 2 ഇഞ്ച് മുകളിലോട്ട് മാറ്റി ഒന്ന് മാർക്ക് ചെയ്യാം. ഒരു സ്ട്രെയിറ്റ് ലൈൻ കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ വേസ്റ്റ് വരുന്നത് 8 ഇഞ്ച്, അതായത് 32ന് 4/1 8 ഇഞ്ച്. ആ 8 ഇഞ്ചിന്റെ പകുതി 4 ഇഞ്ച്. ആ 4 ഇഞ്ചിലൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇവിടുന്ന് ഒരു 1/2 ഇഞ്ച് താഴ്ത്തി മാർക്ക് ചെയ്യാം. ഇത് ഒരു സ്ട്രെയിറ്റ് ലൈൻ കൊടുക്കാം. ഇനി ഇവിടുന്ന് ഒരു സ്ട്രെയിറ്റ് ലൈൻ കൊടുക്കാം. അതായത് നമ്മുടെ മെയിൻ ടക്ക് ഒന്ന് വരച്ചു കൊടുക്കുക. ഇവിടുന്ന് 1.5 ഇഞ്ച് വീതം ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. രണ്ട് സൈഡിലും 1.5 ഇഞ്ച് വീതം. ഇനി ഇതൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുക. ഇതാണ് നമ്മുടെ മെയിൻ ടക്ക്. ഇനി ഇവിടുന്ന് ഒരു 2 ഇഞ്ച് ഇങ്ങോട്ട് മാറ്റി മാർക്ക് ചെയ്യുക. ഇവിടുന്ന് ഒരു 1/2 ഇഞ്ച് താഴ്ത്തി മാർക്ക് ചെയ്യുക. ഈ ലൈനിൽ നിന്ന് 1 ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇനി ഈ 1 ഇഞ്ച് മാറ്റി മാർക്ക് ചെയ്തെടുത്തു ഈ 1/2 ഇഞ്ച് മാറ്റി താഴ്ത്തി മാർക്ക് ചെയ്തിടം വരെ അത് എത്രയുണ്ടോ അതിൻ്റെ ഒന്ന് 1/2 എടുക്കുക. ഇവിടെ ഒരു ലൈൻ കൊടുക്കാം.
നമ്മുടെ അടുത്ത ടക്ക് ഇത് 1/4 ഇഞ്ച് വീതം രണ്ട് സൈഡിലോട്ട് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇനി മൂന്നാമത്തെ ടക്കും അതുപോലെ തന്നെ 2 ഇഞ്ചിലൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഈ ലൈനിന്റെ നേരെ തന്നെ നമുക്കൊരു ലൈൻ ഇങ്ങനെ വരച്ചു കൊടുക്കാം. ഇത് നമുക്ക് 1/2 ഇഞ്ച് വീതം രണ്ട് സൈഡിലോട്ടും കൊടുക്കാം. ഈ ടക്ക് ഒന്ന് വരച്ചു കൊടുക്കാം. ഇവിടുന്ന് ഒരു 1/2 ഇഞ്ച് താഴ്ത്തി മാർക്ക് ചെയ്യാം. ഇതൊന്ന് വരച്ചു കൊടുക്കാം. നമ്മൾ ടക്കെല്ലാം വരച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്ക് വേസ്റ്റ് വരുന്നത് 32 ഇഞ്ച്. 32 ഇഞ്ചിന്റെ 4/1 8 ഇഞ്ച്. ആ 8 ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്യാം. നമ്മൾ ടക്കിന് വേണ്ടി രണ്ട് സൈഡിലോട്ടും 1.5 ഇഞ്ച് വീതം, അപ്പൊ 3 ഇഞ്ച്. ആ 3 ഇഞ്ചും കൂടെ ഒന്ന് മാർക്ക് ചെയ്യാം. 2 ഇഞ്ച് എക്സ്ട്രാ. അതുപോലെ തന്നെ നമ്മൾ ഈ സൈഡിൽ 1 ഇഞ്ച് ടക്കിന് പോകും. 1/2 ഇഞ്ച് വീതം നമ്മൾ രണ്ട് സൈഡിലും കൊടുത്തിട്ടുണ്ട്. ആ 1 ഇഞ്ച് ഇവിടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. നമ്മളിവിടെ 1 ഇഞ്ച് ഒന്ന് മുകളിലോട്ട് മാറ്റി മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്കൊരു 1/2 ഇഞ്ച് മുകളിലോട്ട് മാറ്റി മാർക്ക് ചെയ്യാം. ഇനി ഇതൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. ഫ്രണ്ട് പോർഷന്റെ മാർക്കിംഗ് കഴിഞ്ഞിട്ടുണ്ട്. കട്ട് ചെയ്തെടുക്കാം. ഇനി സ്ലീവ് കട്ട് ചെയ്യാൻ വേണ്ടി ആം ഹോൾ റൗണ്ട് ഒന്ന് ചെക്ക് ചെയ്യാം. 1/2 ഇഞ്ച് താഴ്ത്തി മാർക്ക് ചെയ്തെടുത്തു എന്ന് ഇതുപോലെ ടേപ്പ് വെച്ചൊന്ന് അളവെടുക്കാം. ഒരു 10.25 ഇഞ്ച് വരുന്നുണ്ട്. നമുക്കൊരു 9.25 ഇഞ്ച് കിട്ടുന്ന വിധത്തിൽ ഒന്ന് മടക്കിയിട്ട് കൊടുക്കാം. 1 ഇഞ്ച് കുറച്ചിട്ട് മാർക്ക് ചെയ്താൽ മതി. അപ്പൊ 9.25 ഇഞ്ചിലൊന്ന് മടക്കിയിട്ടിട്ടുണ്ട്. അപ്പോൾ 1 ഇഞ്ച് കുറച്ച് 9.25 മടക്കിയിട്ട് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇത് കിട്ടുകയില്ല, എക്സ്ട്രാ ജോയിന്റ് ചെയ്യണം. അതുകൊണ്ട് ഞാൻ ഇതേ രീതിയിലാണ് മടക്കിയിട്ടിരിക്കുന്നത്. അപ്പം നമ്മുടെ ജോയിന്റ് ബാക്കിൽ വരുന്ന വിധത്തിൽ ജോയിൻ ചെയ്തെടുക്കുക. അതിനാണ് ഇതേ രീതിയിൽ മടക്കിയിട്ടേക്കുന്നത്. 9.25 ഇഞ്ചിൽ മടക്കിയിട്ടിട്ടുണ്ട്. ആദ്യം ഇവിടെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. ഇനി സ്ലീവിന്റെ ലെങ്ത് എടുക്കാം. ലെങ്ത് എത്രയാണോ വേണ്ടത് അതിന്റെ കൂടെ 1.5 ഇഞ്ച് കൂടെ കൂട്ടിയിട്ട് കൊടുക്കുക. 6 ഇഞ്ച് ലെങ്തിലാണ് മാർക്ക് ചെയ്യുന്നത്. അതിന്റെ കൂടെ 1.5 ഇഞ്ച് കൂടെ കൂട്ടി 7.5 ഇഞ്ചിലൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ ഒരു സ്ട്രെയിറ്റ് ലൈൻ കൊടുക്കുക. ഇവിടുന്ന് ഒരു 3.5 ഇഞ്ച് താഴോട്ട് മാറ്റി മാർക്ക് ചെയ്യാം.
ഇവിടെ സ്ട്രെയിറ്റ് ലൈൻ കൊടുക്കുക. ഇനി ഇവിടുന്ന് ഒരു 2 ഇഞ്ച് നമ്മൾ തയ്യൽത്തുമ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്, അതൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. സ്ലീവ് റൗണ്ട് വരുന്നത് 6 ഇഞ്ച്. 6 ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. 2 ഇഞ്ച് എക്സ്ട്രാ. ഇതൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. സ്ലീവ് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഈ ഒരു പോർഷനിൽ ഇത്രയും നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യണം. അപ്പം അതിനു വേണ്ടി ഒരു പീസ് എടുത്തിട്ട് 1/2 ഇഞ്ച് അകത്തോട്ട് കയറ്റി ഒന്നിട്ട് കൊടുക്കാം. രണ്ടായിട്ട് മടക്കിയ പീസാണ്. ഇതിനെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് മാർക്ക് ചെയ്തെടുക്കാം. ഇതുപോലെ തന്നെ കട്ട് ചെയ്തെടുക്കാം. ഇനി ഇതൊന്ന് നിവർത്തിട്ട് കൊടുക്കാം. നിവർത്തിട്ട് കൊടുത്തിട്ട് നമുക്കൊരു 1/2 ഇഞ്ച് താഴ്ത്തി 1/2 ഇഞ്ച് താഴ്ത്തി ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഫ്രണ്ട് പോർഷൻ മാറിപ്പോകാതിരിക്കാനൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. കട്ടിങ് കട്ട് ചെയ്യാൻ വേണ്ടി ഈ ഫ്രണ്ട് പോർഷനും ബാക്ക് പോർഷനും ഇങ്ങനെ ഒരുപോലെ ഒന്ന് ഇട്ട് കൊടുക്കുക. ഒരേ രീതിയിൽ ഇട്ട് കൊടുത്തിട്ട് ഇതിൻ്റെ ഒന്ന് അളവെടുക്കുക. ഇവിടെ നമുക്ക് വരുന്നത് 3 ഇഞ്ച്, ഈ സൈഡിൽ വരുന്നത് 2.5 ഇഞ്ച്. അപ്പം 1 ഇഞ്ച് കൂടെ കൂട്ടി നമുക്ക് ഈ സൈഡിൽ 3 ഇഞ്ച്, ഈ സൈഡിൽ വരുന്നത് 3 ഇഞ്ച്, ഈ സൈഡിൽ 2.5 ഇഞ്ച്. നമുക്ക് വേണ്ട ലെങ്ത്, കട്ടിങ്ങിൻ്റെ ലെങ്ത് വരുന്നത് ഈ ബാക്ക് പീസ് എത്രയുണ്ട്, ബാക്ക് പീസിൻ്റെ ലെങ്ത് ആണ് നമുക്ക് കട്ടിങ്ങിൻ്റെ നീളം വരുന്നത്. അപ്പോൾ കട്ടിങ്ങിൻ്റെ നീളം വരുന്നത് 10 ഇഞ്ച്. അത് നമുക്ക് ഇവിടെ ഒരു സ്ട്രെയിറ്റ് ലൈൻ കൊടുക്കാം. ഇവിടെ നമുക്കൊരു 4 ഇഞ്ച് മാർക്ക് ചെയ്യാം. നമുക്ക് നീളം വരുന്നത് 10 ഇഞ്ച്. ആ 10 ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇവിടെ നമുക്ക് വരുന്നത് 2.5 ഇഞ്ചാണ്. അതിൻ്റെ കൂടെ 1 ഇഞ്ച് കൂടെ കൂട്ടി 3.5 ഇഞ്ചിലൊന്ന് മാർക്ക് ചെയ്യാം. ഇനി ഇവിടുന്ന് ഒരു 4 ഇഞ്ചിലൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇവിടുന്ന് താഴോട്ട് 1 ഇഞ്ചിലൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി ആ 1 ഇഞ്ച് മാർക്ക് ചെയ്തെടുത്തോട്ട്
ഇവിടെ നമുക്ക് താഴ്ത്തി ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ മാർക്കിംഗ് കഴിഞ്ഞിട്ടുണ്ട്. കട്ട് ചെയ്തെടുക്കാം. നമ്മുടെ ബ്ലൗസിന്റെ കട്ടിങ് കഴിഞ്ഞിട്ടുണ്ട്. ബാക്ക് നെക്ക് കൂടെ ഒന്ന് കട്ട് ചെയ്യാം. ബ്ലൗസിന്റെ കട്ടിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇത് ബാക്ക് പോർഷന്. ഇത് നമ്മുടെ ഫ്രണ്ട് പോർഷന്. ഇത് കട്ടിങ്. നമ്മുടെ സ്ലീവ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.